നിങ്ങളുടെ ആളുകൾ ഗസയിലെ പല വീടുകളിലുമുണ്ട്. നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ ആ ജീവനുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഹമാസ് ഹീബ്രു ഭാഷയിൽ എഴുതിയ ഈ സന്ദേശം ഇസ്രായേലിന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. 3 ദിവസം മുൻപ് ആരംഭിച്ച കരയുദ്ധം മനുഷ്യത്വത്തിന്റെ എല്ലാ കണികകളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കളെ മുൻനിർത്തി തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് ഹമാസ്. കൂടുതൽ അറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ അവരുടെ ബന്ധുക്കളെ ജീവനോടെയോ അല്ലാതെയോ ഗസയിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ്. നെതന്യാഹു ബന്ധുക്കൾക്ക് വധശിക്ഷ വിധിച്ചതായും പുറത്തിറക്കിയ സന്ദേശത്തിൽ പറയുന്നു. ഇക്കഴിഞ്ഞ 10 ദിവസങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം 1000-ലധികം കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണം അർത്ഥമാക്കുന്നത് ഇസ്രായേലിന് ഒരു ബന്ദിയെ പോലും തിരികെ ലഭിക്കില്ല എന്നാണ്. അവരുടെ വിധി 1986-ൽ കാണാതായ ഇസ്രായേലി പൈലറ്റ് റോൺ ആരാദിന്റേതിന് തുല്യമായിരിക്കുമെന്നും ഹമാസ് പറയുന്നു. റോൺ ആരാദിന് എന്ത് സംഭവിച്ചു എന്നത് ഇസ്രായേലിന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. തുടർന്നുള്ള ഒരു പ്രസ്താവനയിൽ ഹമാസ് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നും ഗസ ഇസ്രായേൽ സൈനികർക്ക് ഒരു ശവക്കുഴിയാകുമെന്നും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗസയിൽ നിലവിൽ 48 ഇസ്രായേലി പൗരന്മാർ ബന്ധുക്കളായി കഴിയുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 20 പേർ മാത്രമാണ് ജീവനോടെ ഉള്ളതെന്നാണ് സൂചന. ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ 250ഓളം ആളുകളെ ഹമാസ് പിടികൂടിയിരുന്നു. പിന്നീട് ചില ഉടമ്പടികളിലൂടെ 100-ലധികം പേരെ മോചിപ്പിച്ചു. ബാക്കിയുള്ളവർ എവിടെയാണെന്നോ അവരെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്നോ ഒരു സൂചന പോലും ഇസ്രായേൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗസ സിറ്റിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്ന ഹമാസിന്റെ വാദം കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിനകത്ത് നെതന്യാഹുവിനും സർക്കാരിനുമെതിരെ പ്രതിഷേധം തീവ്രമാവുകയാണ്. ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വധശിക്ഷയായിരിക്കുമെന്ന് നിരവധി ബന്ധുക്കളുടെ കുടുംബങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം പങ്കിട്ട വീഡിയോയിൽ ഇസ്രായേലി ബന്ദിയായ മതാൻ സാൻഗോക്കറിന്റെ അമ്മ ഐനോ സാൻഗോക്കർ മറ്റു ബന്ധുക്കളുടെ കുടുംബങ്ങൾക്കൊപ്പം നെതന്യാഹുവിന്റെ വീടിന് പുറത്ത് വേദനയോടെ നിലവിളിച്ചു നിൽക്കുന്നത് കാണാം. നെതന്യാഹു മുഖത്ത് നോക്കി കള്ളം പറഞ്ഞുവെന്നും എല്ലാവരെയും തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചെന്നും കുടുംബാംഗങ്ങൾ അലമുറയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നെതന്യാഹുവിന് ജനപ്രീതി കുറയുന്നതിന്റെ സൂചന കൂടിയാണിത്. തെല്ലവീവിൽ ആഴ്ചതോറും നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് 100 കണക്കിന് ഇസ്രായേലികളാണ് തെരുവിലിറങ്ങുന്നത്. ബന്ധുക്കളുടെ കുടുംബങ്ങളാണ് ഈ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ. വ്യാഴാഴ്ച ബന്ധുക്കൾ എവിടെയാണെന്ന് IDF-ന് അറിയാമോ എന്ന് ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് എഫി ഡെഫ്രിൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അവരെപ്പോഴും ഞങ്ങളുടെ ചിന്തയിലുണ്ട്. അവർക്കൊരു ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുമെന്ന്. ബന്ധുക്കളുടെ കുടുംബങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ നേതാക്കളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ പന്ത് ഇപ്പോൾ ഹമാസിന്റെ കയ്യിലാണെന്നും ബന്ധുക്കളെ വിട്ടുതരാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. കഴിഞ്ഞ 23 മാസത്തിനിടെ മാത്രം 21,000 കുഞ്ഞുങ്ങളടക്കം 65,000-ലധികം മനുഷ്യരാണ് ഗസയിൽ കൊല്ലപ്പെട്ടു വീണത്. ഓരോ മണിക്കൂറിലും ഓരോ കുട്ടിയെ വീതം ഇസ്രായേൽ കൊന്നുകളഞ്ഞു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് UN അന്വേഷണ കമ്മീഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. 3 മാസമായി ഗസയിൽ നടത്തുന്ന അധിനിവേശം ശാശ്വതമായി അവസാനിപ്പിക്കാൻ UN ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയായിരുന്നു. ജീവിച്ചിരിക്കുന്നവരെ ഇല്ലാതാക്കുക മാത്രമല്ല, പുതിയൊരു തലമുറയുടെ പിറവി ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇതിനിടെ ഹമാസിന്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന ആശങ്കകളും ഉയർന്നിരിക്കുന്നു.